എടി മീറ്റിംഗ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനും ചാടിത്തുള്ളി വന്നേ നിന്റെ ഒപ്പം. സാരമില്ല സഞ്ജു, ജസ്റ്റ് 1 വീക്ക് അത്രയല്ലേ ഉള്ളൂ. ഈ മിസ്സിംഗ് ഒക്കെ കെട്ടിക്കഴിഞ്ഞും കണ്ടാ മതിയായിരുന്നു. ഹലോ എന്റെ പൊന്നു സുഹൃത്തെ, ലീവ് എടുത്ത് ഒരാഴ്ച മുങ്ങുന്നത് ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ മനസ്സമാധാനായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിട്ടാ. ആ റോണിയെ വിളിക്ക്, അല്ലെങ്കിൽ ചീഫ് ഓഫ് പ്രോഗ്രാം ഉണ്ടല്ലോ അയാളെ വിളിക്ക്. എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. എടി പോത്തെ, നിന്റെ ഈ പറച്ചിലേട്ട തോന്നും ഈ ട്രിപ്പ് ഫുള്ളി പേഴ്സണൽ ആണെന്ന്. അല്ല, സമ്മതിച്ചു. എനിക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അതും ഇത്രയും ദൂരം യാത്ര ചെയ്ത് പണ്ടും കണ്ട് കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ പോയി കാണാൻ. പൊന്നു മോനെ, ഈ എനക്ക് ഒന്നും കാണാണ്ട് കെട്ടിയെഴുന്നള്ളി പോകുന്നു തോന്നുന്നുണ്ടോ? നീ ഇത് കണ്ടോ? ഈ റൈറ്റർ എന്റെ ക്ലാസ്മേറ്റ്. ഞാൻ പണ്ട് 6th പഠിക്കുമ്പോ ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അവളാണിവൾ. ഇവളിപ്പോ സ്വന്തമായിട്ട് ഒരു ഓർഗനൈസേഷൻ ഒക്കെ തുടങ്ങി വലിയ സംഭവമൊക്കെ ആയിട്ടിരിക്കോ. സംഗതി കിടലന. പക്ഷെ ഇതിനെപ്പറ്റി ഒരു ഫീച്ചറോ ന്യൂസോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നേക്കാ വലിയ പുലികൾ നോക്കിയിട്ട് നടക്കാത്ത കാര്യ. പക്ഷെ സഞ്ജു, ഞാനിത് ചെയ്തിരിക്കും. കൊള്ളാം. അപ്പോ സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ടിനെ അന്വേഷിച്ചുള്ള യാത്രയുടെ ഉദ്ദേശം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലേ? യെസ്, സൈക്കോളജിക്കൽ മൂവ്. ജീവിക്കണ്ട മനുഷ്യ. കെട്ടിയും കൂടെ കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് ഒന്നും വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. മിടുക്കി, മിടുമിടുക്കി. സമയായി പോ. अश्वती बेटी इधर नहीं है. आप कौन? अनघा. अच्छा, वो बोली थी कि आप आएंगे. बेटी काम से बाहर गई है, आप अंदर आओ. नहीं नहीं, मैं इधर से. ठीक है, मैं कुछ खाने पीने के लिए लेकर आती हूँ. नहीं चाहिए, मैं कुछ फोटोग्राफ्स. नहीं नहीं नहीं, फोटो बेटी से पूछ कर लीजिए. ओके. और बेटी, अगर अरेस्ट करने का हिम्मत है तो अरेस्ट करो. मुझे जो करना है मैं करूंगी. सी ऑफिसर. So, finally. ക്ലാസ് കട്ട് ചെയ്ത് മാളിലും ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയാലോ? ഓ, ജീപ്പും ഉണ്ട്. കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ടാവും അല്ലേ? ആണോ? ആ, നീ വാ. സോ ഇന്ന് വിചാരിക്കാതെ കുറെ പ്രോബ്ലംസ് ഉണ്ടായി, അതാ ലേറ്റ് ആയത്. വാ ഇരിക്കെ, പറയാം. ഞങ്ങളുടെ ഒരു വോളണ്ടിയർ കുട്ടി കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്നതാ. ചെക്കനെന്തോ സ്ത്രീധനം ചോദിച്ചപ്പോ ആളടഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ചെറുക്കനും ഫാമിലിയും കുറെ ഗുണ്ടകളൊക്കെ ചേർന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. പാവം, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ഓ, ഇതൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാ. പിന്നെ നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു. എത്ര നാളായി ഇങ്ങനൊരു മൊമെന്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നറിയാമോ? നീ ഓർക്കാറുണ്ടോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ? ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. ടിവിയില് ബീച്ച് മോളൊക്കെ കാണുമ്പോൾ എനിക്ക് നിന്റെ മുഖം ആദ്യം ഓർമ്മ വരുന്നത്. അതൊക്കെ നീ ഇവരത് ഓർക്കാറുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? നിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു ന്യൂസ് സ്റ്റോറി ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ശരിക്കും ഒരു നല്ല ഡോക്യുമെന്ററിക്കുള്ള സ്റ്റഫ് ഉണ്ട്. ഇപ്പോഴല്ല, പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ട്. നീ ആ കുട്ടിയെ കണ്ടോ? ഈ പ്രായത്തിനിടയ്ക്ക് അവൾ അനുഭവിക്കാത്തതായി ഒന്നുമില്ല. ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ.
ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞു വരുന്ന ഒരാണിന് സൊസൈറ്റിയിൽ ഒരു ഹീറോ ഇമേജാണുള്ളത്. അങ്ങനെയുള്ളൊരു പെണ്ണിന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? സമൂഹം അവരെങ്ങനെയാ കാണുന്നത്? സ്വന്തം വീടുകളിൽ നിന്ന് വരെ ഇറക്കി വിടപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവിടെ. മറ്റാരോ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്ന കുറെ പാവം സ്ത്രീകളെയാണ് ഞാനിവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരുടെ മുഖം ക്ലോസപ്പിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് ലോകത്തിന് എന്ത് കിട്ടാനാ? സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇങ്ങനെയൊരു സ്ഥാപനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ എത്ര വേണമെങ്കിലും പീഡിപ്പിച്ചോളാനോ? അതോ എനിക്ക് പബ്ലിസിറ്റി കിട്ടാനോ? ശ്രമിച്ചാൽ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയറോ പത്മശ്രീയോ ഒക്കെ ലഭിച്ചേക്കാം. പക്ഷെ എന്തിന്? അനഘ, ഓരോ ദിവസവും ഈ സ്ഥാപനത്തിലേക്ക് പുതുതായി ഒരു പെൺകുട്ടി പോലും കടന്നു വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഇതുപോലൊരു 100 സ്ഥാപനങ്ങൾ ആരംഭിച്ചാൽ പോലും തീരാത്തത്ര പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. സത്യം പറഞ്ഞ എന്നെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നീയാണ് അനഘ. അവസാനം നിന്നെ പിരിയുമ്പോഴുള്ള നിന്റെ ആ കരഞ്ഞ മുഖം, അത് ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. ഓരോ പെൺകുട്ടി ഉപദ്രവിക്കപ്പെടുമ്പോ അവരിലൊക്കെ ഞാൻ കണ്ടത് നിന്റെ ആ മുഖം. അങ്ങനെ ഞാൻ ഇവിടെ വരെ എത്തി. ദീദി, see you next week. Bye, Rega. She's a gang rape victim. 6 പേർ ചേർന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പാവം അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ പറ്റി എനിക്ക് അവളെ. Now she is doing MBBS final year. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. ബട്ട് യു നോ, ഓരോരുത്തരും അവരവർക്ക് കഴിയുന്നതൊക്കെ ചെയ്താൽ കുറെയൊക്കെ ശരിയാക്കാൻ പറ്റും. ഹലോ, എന്തായി? നിന്റെ പ്ലാൻസ് ഒക്കെ വർക്കൗട്ടായോ? നിന്റെ ഫ്രണ്ടിനെ കറക്കി വീഴ്ത്തി കാണുമല്ലോ അല്ലേ? പോന്നോ? പിന്നെ ഞാനൊരു കാര്യം സഞ്ജുനോട് ചോദിച്ചോട്ടെ? നീ ചോദിക്കടി പോത്തെ. ശ്രീധനല്ലാതെ നിന്നെ കിട്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചു? നീ ഞാൻ ചോദിച്ചാൽ ആൻസർ പറ. എന്താ പറയാ? കൽക്കത്തയിലെ എൻ്റെ പഴയ വീടിൻ്റെ അടുത്ത് നല്ല എഗ് ചിക്കൻ കാത്തി റോള് കിട്ടും. അതൊരെണ്ണം മതിയായിരുന്നു ശ്രീധനുമായിട്ട്. നല്ല കിടിലൻ ടേസ്റ്റാ, മൈ ഫേവറേറ്റ്. പക്ഷേ അത് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ചീത്തയായി പോവില്ലേ? വേറെപ്പെന്താ, നീ നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും തന്നാ മതി. അതിപ്പോ എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം. ഒരു സ്ത്രീധനക്കാരി വന്നിരിക്കുന്നു, നീ വേഗം വാടിപ്പോട്ടെ. വരൂ. ഓക്കെ. ദീദി, അനഘ. ഹലോ അച്ചു, ഞാൻ എത്തിട്ടോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമില്ല. താങ്ക്സ് എ ലോട്ട് അച്ചു.
നമ്മൾ തമ്മിൽ എന്തിനാ താങ്ക്സ് ഒക്കെ? പിന്നെ എല്ലാത്തിനും ഞാൻ നിന്നോടല്ലേ കടപ്പെട്ടിരിക്കുന്നത്. കടങ്ങളെ മനുഷ്യന് തീർക്കാൻ പറ്റുവച്ചു, കടപ്പാടുകൾ ഒരിക്കലും തീരുന്നില്ല. എൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും വച്ചു. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ.